ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മോട്ടറോളയുടെ പുതിയൊരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. മോട്ടറോള മോട്ടോ G96 5G. ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 10-bit ഡിസ്പ്ലേ ആണ്, കാർബൺ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. പിന്നെ ഈ ഒരു ഫോണിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു കർവ്ഡ് ഫോണാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 13 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഈ ഒരു ഫോൺ വരുന്നത് 80,000 പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 80,000 പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ട ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഇപ്പൊ ഒരു 20,000 താഴെ വരുന്ന മിക്ക ഫോൺസിലും ഇപ്പൊ ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കുന്നില്ല. ഈ ഒരു ഫോണിലും കൊടുത്തിട്ടില്ല. ഇനി സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 8GB 128GB 8GB 256GB എന്ന രണ്ട് വേരിയന്റ് ആണ് വരുന്നത്. പിന്നെ LPDDR4Xന്റെ റാം ആണ് കൊടുത്തിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പൊ വരുന്ന അണ്ടർ 20K വരുന്ന ഫോൺസിലൊന്നും ഇപ്പോ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. SD കാർഡ് സ്ലോട്ട് കൊടുക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ് വേണമെങ്കിൽ 256GB എടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള ഹലോ UI സോഫ്റ്റ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന പ്രോസസർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 80,000 പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ബെസ്റ്റ് പ്രോസസർ ആണോ എന്ന് ചോദിച്ചാൽ ബെസ്റ്റ് പ്രോസസർ അല്ല, എന്നാൽ കുഴപ്പമില്ല. പിന്നെ ആദ്യമേ പറയാം, ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല. നോർമലി മോട്ടോറോള ഫോൺസ് എന്ന് പറയുന്നത് അങ്ങനെ ഗെയിമിംഗ് ഫോൺസ് അല്ല. പിന്നെ ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ക്യാമറ കുഴപ്പമില്ല, നല്ല ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുമ്പോൾ 5500 എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്. കാര്യം ഇപ്പോ ഈ ഒരു സമയത്ത് മിക്ക 5G ഫോൺസിലും ഇപ്പൊ 5500 mAh 6000 mAh ഒക്കെ ആണെങ്കിലും ഇപ്പൊ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ അണ്ടർ 20K മിക്ക ഫോൺ ബ്രാൻഡ്സും 7000 mAh ബാറ്ററി ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോ 5500 mAh എന്ന് പറയുന്നത് കുറവാണ്. മോട്ടറോളയുടെ ഫോൺസിൽ നോർമലി ഇപ്പോ 6000 mAh ആണെങ്കിൽ പോലും ബാക്കിയുള്ള ഫോൺസിൽ കിട്ടുന്ന ആ ഒരു 5000 mAh സാധാരണ കിട്ടാറുള്ളൂ. അപ്പൊ 5500 mAh എന്ന് പറയുമ്പോൾ ബാറ്ററി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു 6500 7000 mAh കൊടുക്കാമായിരുന്നു, പക്ഷെ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു സ്പെക് എന്ന് പറയുന്നത് മോട്ടറോളയുടെ മുൻ പറഞ്ഞ മോട്ടറോള എഡ്ജ് 15 ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോണിൽ കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം സ്പെക് തന്നെയാണ് ഈ ഒരു ഫോണിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 8GB 128GB പ്രൈസ് വരുന്നത് 70,999 ആണ്. അതുപോലെ 8GB 256GB പ്രൈസ് വരുന്നത് 90,999 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. കാര്യം പ്രൈസ് റേഞ്ചിൽ ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല, പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല ഇത്. ഇപ്പൊ നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടമാണ്, നിങ്ങൾക്കൊരു നല്ല ക്യാമറ ഫോൺ വേണം, അത്യാവശ്യം നല്ല ക്യാമറ വേണം, എന്നാൽ നോർമൽ യൂസർ ആണ്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. എന്നാൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫോണിൽ. മോട്ടോറോള ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. ഇത് നല്ലൊരു ക്യാമറ ഫോൺ ആണോ എന്ന് ചോദിച്ചാൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഫോൺ അല്ല, എന്നാൽ നല്ല ക്യാമറ ഔട്ട്പുട്ട്സ് കിട്ടും. പിന്നെ മോട്ടോറോള ഫോൺസ് ഞാൻ അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോട്ടോറോളയുടെ സർവീസ് ഒരു പ്രശ്നമാണ്. പിന്നെ അതിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മിക്ക ഫോൺസിലും ഇപ്പോ ഗ്രീൻ ലൈൻ, പിങ്ക് ലൈനൊക്കെ വീഴുന്നുണ്ട്. അപ്പോൾ സർവീസ് ഒക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ മിക്കവർക്ക് ഇപ്പൊ യൂസ് ചെയ്ത് 1 year ആകുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ, ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ, അല്ലാതെ ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പോ മോട്ടോറോള എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഫോൺ ആണ്, പക്ഷെ ഇപ്പോ ഓഫ്ലൈനിലും മോട്ടോറോള ഇപ്പൊ അവൈലബിൾ ആണ്. എന്നാൽ പോലും ഇപ്പോഴും മോട്ടോറോളയ്ക്ക് സർവീസ് ഒരു പ്രശ്നമാണ്. ഒത്തിരി പേര് മോട്ടോറോള ഫോൺ എടുത്തതിന്റെ പേരിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബെസ്റ്റ് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ നല്ല ഫോൺസ് ഇറക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് മോട്ടോറോള.
പക്ഷേ ഈ ഗ്രീൻ ലൈൻ, പിങ്ക് ലൈൻ, പിന്നെ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരുന്നതൊക്കെ അവരൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ ഈ ലൈൻ വീഴുന്ന കേസ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിനും ഉണ്ട്. എന്നാൽ പോലും അതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് വേരിയൻസ് കുഴപ്പമില്ല. 120K, 8GB, 120GB, 8GB to 6GB രണ്ട് വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സർ ഒരു ആവറേജ് പ്രോസസ്സർ എന്ന് പറയാം. ഇതൊരു ഗെയിമിംഗ് ഫോൺ അല്ല. ബാറ്ററി ഒരു ഡൗൺഗ്രേഡ് ആണ്, കാരണം 5500 mAh ഉള്ളൂ. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു ഗെയിമർ ആണ്, നിങ്ങൾ കണ്ട 20K വേറെ നല്ല ഫോൺ ഓപ്ഷൻസ് വേണമെങ്കിൽ ഓപ്പോ K13 ഉണ്ട്, അല്ലെങ്കിൽ റിയൽമി P3 ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ ഫോൺ വേണമെങ്കിൽ CMO ഫോൺ 2 Pro ഉണ്ട്, അല്ലെങ്കിൽ നത്തിങ് ഫോൺ 2A ഉണ്ട്. വേറെ ഫോൺ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ എടുക്കാം. മോട്ടറോള ഫോൺസിന് ഇപ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ മോട്ടറോളയുടെ ഈ സ്പെയർ പാർട്സ് ഓഫ്ലൈനിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് സ്ക്രീൻ ഗാർഡ്, ബാക്ക് കവർ, അതൊക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. മോട്ടറോള ഓൺലൈൻ സെൻട്രിക് ഫോൺ ആണെങ്കിൽ പോലും ചില ഷോപ്പിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഒരു 20,000 പ്രൈസ് റേഞ്ചിൽ കുറച്ച് ക്യാഷും കൂടി ഇടാമെങ്കിൽ നിങ്ങൾക്ക് മോട്ടറോള എഡ്ജ് 16 ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, അതെടുക്കാം. അതിലാണെങ്കിൽ ക്യാമറ കുറച്ചുകൂടി ബെറ്റർ ക്യാമറ കിട്ടും. അതും കുഴപ്പമില്ല. നോർമൽ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോണും എടുക്കാം. ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ മോട്ടറോള എഡ്ജ് 16 ഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മോട്ടറോള G96 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഫോൺ ഓപ്ഷൻസ് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.